നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ചമ്മന്തി ആയിട്ടാണ്. കപ്പയ്ക്കും ചോറിനും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ചമ്മന്തിയാണിത്. അച്ചാറില്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. അച്ചാറിന് പകരം വയ്ക്കുന്ന നല്ല ഒരു അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ തേങ്ങയൊന്നും ചേർക്കാതെ 1 മിനിറ്റ് സമയം മതി നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. അച്ചാറിന് പകരം വരുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പുളി തന്നെയാണ്. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ ഒരു അളവിലുള്ള പുളി എടുത്തിട്ടുണ്ട്, വാളംപുളി. ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചില്ല. ഇത് കുറച്ച് സോഫ്റ്റ് ആയത് കാരണം, കുറച്ച് അലത്തിരിക്കണ കാരണം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടില്ല. പിന്നെ ഇതിൽ കുരുവില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് ജാറിലാണല്ലോ ഇരിക്കുന്നത്, മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് അരഞ്ഞു പോകണ്ട. അപ്പോൾ ഇത് നമുക്ക് ചോറിന് കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ചമ്മന്തിയാണ്. ഇത് ഈ ബൗളിൽ വെച്ചിട്ട് തന്നെ ഒരു തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്താലും മതി, മിക്സിയിൽ അടിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. സവാളയ്ക്ക് പകരം നമുക്ക് ഉള്ളി ഉപയോഗിക്കാം. സവാളയും നല്ല ടേസ്റ്റാണ്, പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടുകയും ചെയ്യും. ഉള്ളി ഉലിച്ചെടുക്കണ പ്രയാസം ഉണ്ടാവില്ല. ഇനി ഇതിനകത്തേക്ക് വീണ്ടും ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഇതൊന്ന് അരച്ചിട്ട് വരാം. കണ്ട ഈ ഒരു അളവിലെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കപ്പയ്ക്കും കഴിക്കാൻ പറ്റിയ അടിപൊളി ചമ്മന്തിയാണ്. ഞാൻ കുറച്ച് എളുപ്പത്തിന് കപ്പ പുഴുങ്ങുമ്പോൾ ഈ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാറ്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് കുറച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ 1-2 ചേരുവയും കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഒരു സവാളയുടെ ഒരു 1/4 ഭാഗം, മീഡിയം സൈസ് സവാളയാണ്, അതിൻ്റെ 1/4 ഭാഗം ജാറിലേക്ക് വീണ്ടും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 2 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളവും കൂടി ആവശ്യമുണ്ട്, അപ്പോൾ അത് കാരണം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പുളിയിൽ കുരുവില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കയ്പ്പ് വരും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അരയണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഞാൻ ഈ ഒരു അളവിലാണ് അടിച്ചെടുത്തത്, നന്നായിട്ട് അരച്ചെടുത്തിട്ടില്ല. ഇനി ഒരു 1/2 ടീസ്പൂൺ ഇടിമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചമ്മന്തിക്ക് നല്ല കളറുണ്ട്, വീഡിയോയിൽ ആ കളർ കിട്ടുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കപ്പയ്ക്ക് പറ്റിയ ഈ ഒരു അടിപൊളി ചമ്മന്തി നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഒട്ടും പ്രയാസമില്ലല്ലോ ഉണ്ടാക്കാനായിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.